12 മണിയായിട്ടും ഏകദേശം നമുക്ക് നല്ലൊരു പരിപാടിയൊക്കെ നടക്കണ പോലെ തന്നെ ആളുകളുണ്ട് മാനാഞ്ചിറയിൽ. ഒരുപാട് ആളുകൾ ഇപ്പോഴും. അവരൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പൊട്ടുമോ എന്നുള്ളതേ. അതുകൊണ്ടാണ് ആളുകളൊന്നും പോകാതെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സിത്തുവിന് ഒരു പ്രതീക്ഷയുണ്ട് ഇനി എന്തെങ്കിലും പൊട്ടുമെന്ന്. അപ്പോൾ അവൾ പറയും 12 മണി കഴിഞ്ഞ് ഇനി 12:15 വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വന്നിട്ട് ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പൊട്ടാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് പാണ്ടയും കുഞ്ഞും കൂടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലൈറ്റ് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് കയറാൻ പറ്റും കേട്ടോ. അതവിടെ കാണുന്ന സ്നോമാനില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമുക്കിങ്ങനെ ഇത് കൂടെ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ജിറാഫ് ഉണ്ട് കേട്ടോ, ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജിറാഫ്. നല്ല വലിയ ജിറാഫാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. 12 മണിയായിട്ട് ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യണം ഇനി എന്തെങ്കിലും പൊട്ടാണ്ടോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നും സംഭവിക്കും തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 12:15 പക്ഷെ ലൈറ്റിങ്സും എല്ലാ സെറ്റപ്പും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളുകളും നല്ല സഹകരിച്ച് ഇവിടെയൊക്കെ വൃത്തികേടാക്കാതെ തന്നെ അടിപൊളിയായിട്ട്. ചെറിയ ചെറിയ ചണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ അധികം ഒന്നും വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല ഇവിടെ. സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ MT സാറ് മരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബേപ്പൂര് വാട്ടർ ഫെസ്റ്റ് മാറ്റി വെച്ചായിരുന്നു. അത് 4-5 മാറ്റിയിട്ടുണ്ടെന്ന് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനുവരി 4-5 ബേപ്പൂർ ഫെസ്റ്റ്. അപ്പോൾ ആരെങ്കിലും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 4-5 ബേപ്പൂർ പോവാം. ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു അധികം കണ്ണി കുത്താത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് എന്തായാലും ചെയ്തിരിക്കുന്ന ആൾക്കാർ അടിപൊളി സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും സെറ്റായിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന ആ ലീഫാണ് കേട്ടോ. ആ ലീഫ് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് ഒക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ മാനാഞ്ചിറയിൽ ലീഫ്, ഈ ഒരു ലീഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, നല്ല അടിപൊളിയായിട്ട് തോന്നിയത്. ലൈറ്റൊക്കെ ഭയങ്കര ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക ഇതിൻ്റെ കൂടെ വന്നിട്ടായിരിക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇതാണ് ആ ലീഫ്. ഇത് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിംഗ് ഒക്കെ വളരെ കറക്റ്റാണ്. ലവ് ഷേപ്പിൽ LED ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബ്ലൂ വൈറ്റ് ലൈറ്റിൽ, ബ്ലൂയിഷും അല്ല എന്നാൽ ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി കേട്ടോ. ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുട്പാത്തും അതേപോലെ തന്നെ നേരെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ഫുട്പാത്തും ഒക്കെ ഒരുപാട് ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ന്യൂ ഇയറിന് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയാണ്. റെഡ് LED കൊണ്ട് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പാണ്. ഇത് ശരിക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റേജിൻ്റെ മുന്നിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ സൈഡിലിരിക്കാം, അവിടെ സൈഡിലിരിക്കാം. നേരത്തെയൊക്കെ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു. നമ്മൾ 12 മണി കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 12:30 അപ്പോൾ എല്ലാവരും പോയി തുടങ്ങുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. നേരെ ഇത് കൂടെ ഒരു എക്സിറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലീവ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നല്ല മരങ്ങളാണ്. മാനാഞ്ചിറ മുഴുവൻ നല്ല മരങ്ങളായതുകൊണ്ട് അതും നല്ല ഭംഗിയുണ്ട്. മരത്തിലൊക്കെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവതാർ മൂവിയില്ലേ, ഇംഗ്ലീഷ് മൂവി, അതിലുള്ള ആ മരത്തിൽ നിന്നുള്ള ലൈറ്റുകൾ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറാണ്. നമ്മുടെ നടക്കണ ഫുട്പാത്താണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ ഇങ്ങനെ നമുക്ക് അങ്ങനെ പോയിട്ട് കറങ്ങി വരാൻ പറ്റും. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഈ ഭാഗത്തും ഇതേപോലെ തന്നെ ലൈറ്റ് ഉണ്ട് ആ എൻഡ് വരെ.
ഇതാണ് നമ്മുടെ മാനാഞ്ചിറയിലെ കുളം. കുളമല്ലേ ഇത്? ആർട്ടിഫിഷ്യൽ എന്തായിരുന്നു? കായലോ? തടാകം. യെസ്. ഇത് മാനാഞ്ചിറയുടെ ഒരു എക്സിറ്റാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച്, ന്യൂ ഇയർ പിറവിയൊക്കെ ആഘോഷിച്ച് എല്ലാവരും പോവുകയാണ്. ഇപ്പോൾ റോഡ് മുഴുവൻ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും. ശരിക്കും ഈ സ്ഥലത്താണ് മാനാഞ്ചിറയുടെ എൻട്രൻസ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈക്കും ഒക്കെ ഇവിടെ നിർത്തിയിടാം. ഇവിടെ ഒരുപാട് ബൈക്ക് പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതാണ് മിഠായി തെരുവ്. സിഗ്നേച്ചർ ഓഫ് മാനാഞ്ചിറ എന്ന് പറയണത് ഉണ്ടോ? ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തു, ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഇത് എൻട്രൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ക്ലോസ് ചെയ്തു, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോവുകയാണ് ഇനി. അപ്പോൾ നമുക്ക് പോകാനായി. നമ്മുടെ വണ്ടി അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ബൈക്ക് എടുത്താണ് വന്നത്.